ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇത് തടയാൻ മുന്നിട്ടിറങ്ങിയെങ്കിലും ഫലം കണ്ടില്ല. ഇപ്പോഴിതാ ഗാസയിൽ ഹമാസിനെതിരെ പോരാടാൻ ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് ഇന്ത്യൻ ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രായേൽ സൈന്യത്തിന്റെ മെഷീൻ ഗണ്ണുകൾ, അസോൾട്ട് റൈഫിളുകൾ എന്നിവയുടെ കൃത്യതയും പ്രഹരശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്ന AI ആയുധ സംവിധാനത്തിലാണ് ഇന്ത്യൻ ബന്ധമുള്ളത്. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ കമ്പനിയും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രിയും ചേർന്ന് വികസിപ്പിച്ച അർബൽ എന്ന സംവിധാനമാണ് ഇസ്രായേൽ സൈന്യം യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. അർബൽ എന്താണെന്ന് പറയാം. യഥാർത്ഥത്തിൽ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ കമ്പനിയും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രിയും തമ്മിലുള്ള സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചത് ഒക്ടോബർ 22-നായിരുന്നു. അന്നിത് മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായിരുന്നു. 2022-ൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഒരു പ്രതിരോധ എക്സ്പോയിലായിരുന്നു ഇതിന്റെ പ്രഖ്യാപനം നടന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ആയുധ സംവിധാനമാണ് അർബൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയ പ്രത്യേകം അൽഗോരിതമാണ് അതിലുള്ളത്. ഇത് തോക്ക് ഉപയോഗിക്കുന്നത് ആയാസരഹിതമാക്കി മാറ്റുന്നു. കൂടാതെ പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി വെടിവെക്കാൻ സൈന്യത്തിന് സാധിക്കും. ഇസ്രായേൽ വികസിപ്പിച്ച ടാവ, കാമൽ, നാഗേവ് തുടങ്ങിയ തോക്കുകളിലാണ് അർബൽ ഉപയോഗിക്കുന്നത്. 2023-ൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതു മുതൽ അർബൽ ഉപയോഗിച്ചതായി ഡെവലപ്പർമാർ വെളിപ്പെടുത്തുന്നില്ല. ഇന്ത്യൻ കമ്പനിയുടെ സഹായത്തോടെ വികസിപ്പിച്ച അർബൽ പോലുള്ള AI ആയുധങ്ങളുടെ ഉപയോഗം യുദ്ധത്തിലേക്ക് AI സാങ്കേതികവിദ്യ കടന്നുവരുന്നതിനെ അടിവരയിടുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ നിരീക്ഷകരായ ഗിരീഷ് ലിംഗണ്ണ പറയുന്നു. AI പോലുള്ള സാങ്കേതികവിദ്യ സൈനികരുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇത് ഭാവിയിൽ ദുരുപയോഗം ചെയ്യുന്നതിനും സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുവെന്ന് ഗിരീഷ് കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ യുദ്ധത്തിൽ അർബൽ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നത് പ്രയാസമാണ്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. നിരപരാധികളുടെ മരണം തടഞ്ഞ് കൃത്യമായി ശത്രുക്കളെ കൊലപ്പെടുത്താൻ അർബൽ സഹായിക്കുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം സൈന്യം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുവെന്ന് വ്യക്തമല്ല. ഇനി ഇന്ത്യയുടെ പങ്ക് പറയാം. കഴിഞ്ഞ വർഷം ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇന്ത്യൻ ആയുധ ഘടകങ്ങളിൽ ചെറിയൊരു പങ്ക് വഹിച്ചതായി റിപ്പോർട്ട് വന്നിരുന്നു. ഇത് ഇസ്രായേലുമായുള്ള ഇന്ത്യൻ സൈനിക കൈമാറ്റം നിർത്താൻ സമ്മർദ്ദം ചെലുത്താൻ പല അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവരെ പ്രേരിപ്പിച്ചു. ഫെബ്രുവരിയിൽ 20 ഇന്ത്യൻ നിർമ്മിത യുദ്ധ ഡ്രോണുകൾ ഇസ്രായേലിന് കൈമാറിയതായി റിപ്പോർട്ടുണ്ട്. രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാണ് അന്ന് പ്രതിരോധ നിരീക്ഷകർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇസ്രായേലിന് തോക്കുകൾ നൽകുന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. AI കമ്പനികളും ഇന്ത്യയും പറയാം. സമീപ വർഷങ്ങളിലായി ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഒരു മാർഗമായി ഇന്ത്യൻ ഗവൺമെന്റ് AIയെ നോക്കിക്കാണുന്നു. 2013-നും 2022-നും ഇടയിൽ ഇന്ത്യൻ AI കമ്പനികൾക്ക് ആഗോളതലത്തിൽ ഉയർന്ന നിക്ഷേപം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ഇത് $7.73 ബില്യൺ ആണ്. ഈ വർഷം ആദ്യം പുറത്തുവന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 2027-ലോടെ ഇന്ത്യ AI വിപണി $17 ബില്യൺ നും $22 ബില്യൺ ഇടയിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഭൂമിയിൽ AI വിദഗ്ധർ ഏറ്റവും കൂടുതലുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഇത് സ്വാഭാവികമായും കൂടുതൽ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ നടത്താൻ ആകർഷിക്കുന്നു.